എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് കെമിസ്ട്രി ബേസിക്സ് പ്ലസ് 1 ലെവലിൽ കുറച്ചും കൂടി ഒന്ന് നോക്കാം. നമുക്ക് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് മോൾ എന്ന ആശയം എന്താണെന്ന് വ്യക്തമാക്കാനാണ്. എന്താണ് മോൾ? കെമിസ്ട്രിയിൽ വളരെയധികം പ്രയോജനമുള്ള, എന്നാൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഭാഗമാണ് മോൾ. ഗ്രാം മോൾ എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ അത് ആറ്റങ്ങളുടെ തന്മാത്ര എണ്ണത്തിൻ്റെ യൂണിറ്റാണ്. എണ്ണത്തിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് കൃത്യമായിട്ട് ഏതളവിലാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട വസ്തുക്കൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് അറിയാം, ഒരു നിശ്ചിത എണ്ണം ഒരു മൂലകത്തിൻ്റെ ആറ്റം മറ്റൊരു വസ്തുവിൻ്റെ നിശ്ചിത എണ്ണ ആറ്റങ്ങളുമായിട്ടാണ് കൂടിച്ചേരുള്ളൂ. ഒരു നിശ്ചിത റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കുറവെടുത്തിട്ട് കാര്യമില്ല, അത് വേസ്റ്റായി പോകും. അപ്പോൾ കൃത്യമായ അളവിൽ, ഏതളവിൽ വ്യത്യസ്ത മൂലകങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് അളവിലാണ് അവ എടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഗ്രാം മോൾ എന്ന ആശയം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു ശ്രമം നടത്താം. കാരണം എണ്ണം ആണ് നമുക്കിതിൽ പ്രധാനം. ഇത് ആറ്റങ്ങളിൽ കൂടിച്ചേർക്കുമ്പോൾ എണ്ണമാണ് പ്രധാനം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കേസ് എടുക്കുക. 2 ഹൈഡ്രജൻ ആറ്റമാണ് ഒരു ഓക്സിജനുമായിട്ട് കൂടിച്ചേരുക. 3 ഹൈഡ്രജൻ ആറ്റം എടുത്തിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്താൽ നമുക്ക് കാര്യമില്ല. 2 ഹൈഡ്രജൻ ആറ്റം ഒരെണ്ണമായി ചേർന്ന് ബാക്കിയുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം വേസ്റ്റായി പോകും. അപ്പോൾ നമുക്ക് 2 ഹൈഡ്രജൻ ആറ്റം എടുക്കണം. ഓരോ ഓക്സിജൻ്റെ കയ്യിലുള്ളവർക്ക് 2 ഹൈഡ്രജൻ ആറ്റം എടുക്കേണ്ടത്. അപ്പോൾ 100 ഓക്സിജൻ ആറ്റമാണ് നമ്മുടെ കയ്യിലുള്ള, 200 ഹൈഡ്രജൻ ആറ്റമാണ് എടുക്കേണ്ടത്. എന്നാൽ കമ്പൈൻ ചെയ്യല്ലോ, 210 എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണം നമുക്ക്. അപ്പോൾ നമുക്ക് എണ്ണീട്ട് വേണമെങ്കിൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, എണ്ണി എടുക്കാൻ പറ്റും. കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പ് വെച്ചാലും പോലും അത് കാണാൻ പറ്റില്ല. അപ്പോൾ ആറ്റങ്ങൾ എങ്ങനെയാണ് എണ്ണി എടുക്കുക? അത് സാധ്യമല്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് എണ്ണ എടുക്കണം, എണ്ണ എടുക്കും വേണം. കാരണം കൂടുതൽ എണ്ണം അല്ലെ കുറവെണ്ണം എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, അത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ എണ്ണിയെടുക്കുന്നത് എങ്ങനെ? അതിന് വേറെ വലിയ വിദ്യയുണ്ടോ? ആ വിദ്യ കണ്ടുപിടിക്കുക. ആ വിദ്യയാണ് ശരിക്കും മോൾ. അപ്പോൾ മോൾ ഉപയോഗിച്ച് എങ്ങനെ എണ്ണം കിട്ടും എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും. അത് നമുക്ക് നോക്കാം. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് എണ്ണാതെ എണ്ണുന്ന രീതി ഒരു കണ്ടുപിടിക്കാൻ. നമ്മൾ എണ്ണാതെ ചിലപ്പോൾ എണ്ണം കിട്ടും, കണ്ടുപിടിക്കാൻ പറ്റും. എണ്ണാതെ എങ്ങനെ എണ്ണം കണ്ടുപിടിക്കുക എന്ന് സംശയം വരെ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് സാധാരണ എങ്ങനെയാണ് എണ്ണാതെ എണ്ണം കണ്ടുപിടിക്കുക ഒരു ചോദ്യം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് കണക്കാക്കാൻ പറ്റും. നമ്മളിത് ഒരു നെല്ലിക്കയാണ്, കാണാൻ വലിപ്പം ആവശ്യമായതുകൊണ്ടാണ് നെല്ലിക്ക എടുത്തത്. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ പെടില്ല. പിന്നെ നോക്കുക, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് 1 ഗ്രാം ഭാരമുണ്ട് എന്ന് വിചാരിക്കുക. എത്ര ഗ്രാം ഭാരം? 1 ഗ്രാം. ഇതിൻ്റെ 16 ഇരട്ടി ഭാരമുണ്ട് ഈ തക്കാളിക്ക് എന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് ഒരു 35 ഇരട്ടി ഭാരമുണ്ട് എന്നും വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ 16 ഇരട്ടി ഭാരമുണ്ട്
തക്കാളിക്ക്. ഇതിന് 35 ഇരട്ടി ഭാരമുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് 1 ഗ്രാം ആണെങ്കിൽ ഇതിന് നമുക്ക് പറയാം 16 ഇരട്ടിയല്ലേ. എത്ര ഗ്രാമാ? 16 ഇരട്ടി. ഇനി ഇതിന് എത്ര ഇരട്ടിയാണ്? 35 ഗ്രാം എന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ റേഷ്യോ അറിയാം. 1, 16, 35 എന്ന റേഷ്യോയിലാണ് ഇവയുടെ ഭാരമെങ്കിൽ ഇത് 1 ഗ്രാം ആണെങ്കിൽ ഇത് 16 ഗ്രാം ആയിരിക്കും, ഇത് 35 ഗ്രാം ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഓരോ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അത് ഇവിടെ നമ്മൾ എഴുതാം. നമുക്ക് ഗൂസ്ബെറിനെ G എന്നും തക്കാളിയെ T എന്നും ഫാഷൻ ഫ്രൂട്ടിനെ F എന്നും കൊടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് എണ്ണാതെ എണ്ണം കണ്ടുപിടിക്കുക എന്ന് നോക്കുക. ഇത് നമുക്ക് അറിയാലോ. ഇതിന് ഒരെണ്ണം കിട്ടാനായിട്ട് എത്ര ഗ്രാം എടുക്കണം? 1 ഗ്രാം അല്ലേ. ഇത് ഒരെണ്ണം കിട്ടാനായിട്ട് എത്ര എണ്ണം എടുക്കണം? ഇത് 16 ഇരട്ടിയാണെങ്കിൽ ഒരെണ്ണം കിട്ടാൻ 1 × 16 ഗ്രാം എടുക്കണം. ഇതിന് ഒരെണ്ണത്തിന് എത്രയുള്ളത്? 35 ഗ്രാം ഭാരമുണ്ട്. ഒരെണ്ണം കിട്ടണമെങ്കിൽ ഇവിടെ എണ്ണം എന്നാണ് കേട്ടോ. ഇവിടെ എണ്ണം ഇവിടെയും ഇത് എണ്ണമാണ് കേട്ടോ. എണ്ണം. അപ്പോ ഒരു എണ്ണത്തിന് ഇത് 35 ഗ്രാം, 1/35. അപ്പൊ ഒരു റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭാരങ്ങളുടെ റേഷ്യോ എന്ന് വെച്ചാൽ റേഷ്യോ എത്രയാന്ന് പറയാം? 1:16:35. ഭാരങ്ങളുടെ റേഷ്യോ ആണ് എഴുതിയിട്ടുള്ളത്. ആ ഭാരങ്ങളുടെ റേഷ്യോ അപ്പൊ ഏത് അനുപാതമുള്ളത്? ഗൂസ്ബെറി. ഇപ്പൊ ഇവിടെ ഗൂസ്ബെറി ഇസ്റ്റു ടൊമാറ്റോ ഇസ്റ്റു പാഷൻ ഫ്രൂട്ടിന്റെ റേഷ്യോ ഏത്? എണ്ണത്തിന്റെ റേഷ്യോ എത്രയാണ്? 1:16:35 ആണ് എന്ന് നമുക്കറിയാം. ഇനി നോക്കുക, ഇതിൽ നിന്ന് മറ്റൊരു കാര്യം. അപ്പൊ 2 എണ്ണം വേണമെങ്കിൽ ഇതിന് 1 ഗ്രാം 2 എണ്ണം കിട്ടണമെങ്കിൽ 1 ഗ്രാം വേണം. എന്ന് വെച്ചാൽ 2 ഗ്രാം ഉണ്ടായാൽ അതിൽ 2 എണ്ണം ഉണ്ടായിരിക്കും അല്ലേ. ഇനി നോക്കി ഇതിലോ 2 16 ഗ്രാം വേണം. എന്ന് വെച്ചാൽ 32 ഗ്രാം ഉണ്ടെങ്കിൽ അതിൽ എത്ര ഉണ്ടായിരിക്കും? 32 ഗ്രാം ഉണ്ടെങ്കിൽ അതിൽ 2 എണ്ണം ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഇതാണെങ്കിലോ 2 എണ്ണം കിട്ടാൻ 2 × 35 ഗ്രാം 70 ഗ്രാം ഉണ്ടായിരിക്കും. അപ്പൊ 2 എണ്ണത്തിന് 2 ഗ്രാം, 2 എണ്ണത്തിന് ഇത് 32 ഗ്രാം, 2 എണ്ണത്തിന് 70 ഗ്രാം. അപ്പോൾ എല്ലാത്തിലും എണ്ണം തുല്യമാണ് അല്ലേ. എല്ലാത്തിലും എണ്ണം തുല്യമാണ്. അവിടെ റേഷ്യോ എടുത്ത് നോക്കിയാൽ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 2 ഗ്രാം ഇസ്റ്റു 32 ഗ്രാം ഇസ്റ്റു 70 ഗ്രാം വെച്ചാൽ 1:16:35. അപ്പോൾ ഇവിടെ ഭാരങ്ങളുടെ റേഷ്യോ 1:16. ഈ റേഷ്യോ എപ്പോഴും തുല്യമായിരിക്കും അല്ലേ. ഭാരങ്ങളുടെ 1:16:35 റേഷ്യോയിലാണ് ഇവിടെ ഭാരങ്ങളെങ്കിൽ ഒരേ എണ്ണം എടുക്കുമ്പോൾ ഇപ്പോൾ ആ റേഷ്യോ തുല്യമായി 1:16. 3 എണ്ണം എടുക്കാൻ അല്ലെങ്കിൽ നമ്മളൊരു 10 എണ്ണം എടുക്കാൻ വിചാരിക്കുക. 10 എണ്ണം എടുക്കുകയാണെങ്കിൽ 10 × 1 ഗ്രാം അല്ലേ ഉണ്ടാവുക. 10 ഗ്രാം ഭാരമുണ്ട്. 10 ഗ്രാം എടുത്താൽ ഇത് ഒരെണ്ണം ഉണ്ടായിരിക്കും. ഇതിലോ 10 എണ്ണം കിട്ടാൻ എത്ര ഗ്രാം എടുക്കണം? 10 × 16 ഗ്രാം. അപ്പോൾ 160 ഗ്രാം എടുത്താൽ 10 എണ്ണം ഉണ്ടായിരിക്കും. ഇതിൽ 10 എണ്ണം കിട്ടാനാ 10 × 35 ഗ്രാം എടുത്താൽ മതി അല്ലേ. അപ്പോൾ അതിൽ 350 ഗ്രാം ഉണ്ടായിരിക്കും. അപ്പോഴും ഇവിടെ 10:160:35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1:16:35 എന്ന റേഷ്യോ തന്നെയായിരിക്കും. ഇവിടെ ഓരോ എണ്ണവും ഇനി മനസ്സിലാക്കണം. ഓരോ എണ്ണവും
തമ്മിലുള്ള റേഷ്യോ, ഓരെണ്ണത്തിന്റെ റേഷ്യോ 1:16:35 ആണെങ്കിൽ 2 മടങ്കെടുത്താൽ 3 മടങ്കെടുത്താൽ 4 മടങ്കെടുത്താലും ഒക്കെ എണ്ണം തുല്യ ഒന്നായിരിക്കും അല്ലേ? അപ്പൊ അതിന്റെ റേഷ്യോ, ഭാരങ്ങളുടെ റേഷ്യോ ഇതേ റേഷ്യോ തന്നെയായിരിക്കും. അപ്പൊ ഇതേ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എണ്ണ എടുത്താൽ എണ്ണം തുല്യമായിരിക്കുന്ന ഒരു കാര്യം മനസ്സിലായി. പിന്നെ നമുക്ക് ഇനി നോക്കുക, എണ്ണം കണ്ടുപിടിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാനിതില് 20 ഗ്രാം ഇതെടുത്തു. ഇത് 320 ഗ്രാം എടുത്തു. ഇത് 700 ഗ്രാം എടുത്തു. അങ്ങനെയാണെങ്കിൽ 20 ഗ്രാം എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന്റെ എണ്ണം കണ്ടുപിടിക്കും. കാരണം എന്താ? ആകെ ഗ്രാമിനെ ഇതിന്റെ ഒരെണ്ണത്തിന്റെ ഗ്രാം കൊണ്ട് ഹരിച്ചാ പോരെ. അപ്പൊ 20 എത്ര ഒന്നുണ്ട്? 20 എണ്ണം. അപ്പൊ ഒരെണ്ണത്തിന് 1 ഗ്രാമാണ്. അപ്പൊ 20 ഗ്രാമിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 20 എണ്ണം ഉണ്ടായിരിക്കും. എണ്ണം കണ്ടുപിടിച്ചില്ലേ നമ്മള്? 20 എണ്ണത്തിന്റെ കണ്ടുപിടിച്ചില്ലേ നമ്മള്? അപ്പൊ 20 എണ്ണത്തിന് 20 × 1 ഗ്രാം. ഇത് 320 ഗ്രാമാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. ഒരെണ്ണത്തിന് 16. അപ്പൊ 300 എത്ര? 16 ഉണ്ട്. ഓരോ 16 ഓരോ എണ്ണം കിട്ടുമ്പോ ഇതില് 20 എണ്ണം ഉണ്ട്. അപ്പോ 20 × 16 320 ഗ്രാം, ശരിയല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ ഈ 20 കണ്ടുപിടിച്ചിട്ട് നമ്മൾ എണ്ണീട്ടല്ല. എങ്ങനെയാ? 1 ഗ്രാമിന്റെ വെയിറ്റും ടോട്ടൽ എണ്ണത്തെ ഹരിച്ചു. അതുപോലെ ഇതിന്ന് കണ്ടുപിടിക്കുക. ഇതിൽ 35 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 20 കിട്ടും. 20 × 35 ഗ്രാം. അപ്പൊ ഇത് നമുക്കൊരു, അപ്പോൾ ഇതിന്റെ റേഷ്യോ എടുത്ത് 20:320:700 ഗ്രാം വെച്ചാൽ 1:16:35 അല്ലേ? അപ്പൊ ഇതിലൊക്കെ തുല്യ എണ്ണാന്ന് മനസ്സിലായി ഇതില് അല്ലേ? അപ്പൊ ഇവിടെ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എണ്ണ എടുത്ത ഒരേ എണ്ണത്തിലുള്ള തുല്യം കിട്ടും എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ നമുക്ക് എണ്ണം കണ്ടുപിടിക്കുന്നതിന് മനസ്സിലാക്കി ഭാരത്തിൽ നിന്ന് നമുക്ക് എണ്ണം കണ്ടുപിടിക്കാം. അത് എന്ത് ചെയ്ത ആകെ ഭാരത്തെ ഒരെണ്ണത്തിന്റെ ഭാരം കൊണ്ട്. ഇനി നമുക്ക് വേറൊരു കണക്ക്, അരിമണിയും ഉഴുന്നുമണിയും ഉപയോഗിച്ച് നമുക്ക് മോൾ എന്ന സങ്കല്പത്തിലേക്ക് കുറച്ചും കൂടി അടുത്തേക്ക് വരാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഹൈഡ്രജൻ ഓക്സിജൻ എണ്ണാൻ പറ്റില്ല. പക്ഷെ അരിമണി ഉഴുന്നുമണി എണ്ണാൻ പറ്റുന്നില്ലേ? വളരെ ചെറുതാണെന്ന് മാത്രം. കണ്ണുകൊണ്ട് കാണാം. നമുക്ക് അല്പം മെനക്കെടുണ്ടെന്നുള്ളോ എണ്ണാൻ കഴിയും. ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് വെച്ചപ്പോ ഈ അരിമണിയും ഉഴുന്നും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ദോശമാവ് ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അത്. അപ്പോ ഇപ്പൊ ദോശമാവ് എന്ന ഉൽപ്പന്നം കിട്ടണമെങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള മൂലകങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ കണക്കാക്കാം. അരിമണീനെ ഒരു മൂലകമായിട്ടും ഉഴുന്നുമണിനെ നമുക്ക് മറ്റൊരു മൂലകമായിട്ടും കരുതുക. ദോശമാവിനെ അതിൻ്റെ ഉൽപ്പന്നമായിട്ടും കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അക്ഷരം കൊടുക്കാം. അരിമണിക്ക് നമുക്ക് എ എന്നും കൊടുക്കാം, ഉഴുന്നുമണിക്ക് ഉ എന്നും കൊടുക്കാം. അപ്പൊ എയും യുവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൽ സങ്കല്പത്തിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഒരു അരിമണി, 4 അരിമണി ഒരു ഉഴുന്നുമണിയുടെ ഒപ്പം ചേർത്തിട്ടാണ് ദോശമാവ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. എത്രയാണ്? ഒരു അരിമണി, 4 അരിമണി ഒരു ഉഴുന്നുമണിയോട് ചേർത്തിട്ടാണ് ദോശമാവ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒരു 4 അരിമണി നമുക്ക് എണ്ണിയെടുക്കാം, കുഴപ്പമില്ല. 4 അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 10-20 അരിമണി എണ്ണാൻ നമുക്ക് പറ്റും. ആ സമയത്ത് ഒരുപാട് ഒരു നാഴിയരിയിലെ അരിമണി എണ്ണാന്നൊക്കെ പറഞ്ഞാൽ ക്ലേശകരമായ ജോലി അല്ല, പറ്റില്ല. ഇപ്പോൾ ഒരു ചായക്കടയിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ 2 കിലോ ഉഴുന്നിൻ്റെയൊക്കെ ഇതുണ്ടാക്കും, ദോശയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ അതിലത്തെ ദോശമണിയും അരിമണിയും ഉഴുന്നുമണിയിൽ നിന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ ഒരു ചായക്കടയിൽ 2 കിലോ ഉഴുന്നിൻ്റെ 2 കിലോ ഉഴുന്നതിനുള്ള ദോശ ചെലവാകുന്നുണ്ട്. അപ്പോൾ അതിലുള്ള അരിമണി നമുക്ക് എണ്ണിയെടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ശരിക്ക് ഒരു ചായക്കടയിൽ 2 കിലോ ഉഴുന്നിൻ്റെ ദോശമാവ് ചിലവാകും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ശരിക്കും പറയാം ഒരു മണിക്ക് 4 മണി എന്തെടുക്കണം, അരിമണി എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 നാഴി 2 നാഴി 2 കിലോ 2 കിലോയിലെ ആദ്യം ഉഴുന്നുമണി എണ്ണിയെടുക്കണം അല്ലേ. എന്നിട്ട് നോക്കുക, അതിൽ വന്നിട്ട് ഒരു എണ്ണത്തിൽ ഇപ്പോൾ ഒരു 10,000 മണി ഉണ്ട് വിചാരിക്കുക. 1 കിലോയിൽ 10,000 മണി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40,000 മണി മറ്റേത് എണ്ണി എടുക്കേണ്ടി വരും അല്ലേ, 4 ഇരട്ടി എടുക്കണ്ടേ. അപ്പോൾ 40,000 20,000 25,000 മണി ഉണ്ടെങ്കിൽ 4 ഇരട്ടി 1,00,000 മണിക്ക് എണ്ണി എടുക്കാൻ സാധ്യമാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? അത് അങ്ങനെ ഞാൻ പറയുകയാണ്. നമുക്കറിയാവുന്നൊരു ഡാറ്റ എന്താ, അറിയാവുന്നൊരു ഡാറ്റ ഒരു ഉഴുന്നുമണിക്ക് 4 അരിമണി വേണം, അല്ലെങ്കിൽ 4 അരിമണിക്ക് ഒരു ഉഴുന്നുമണി വേണം. ഈ കാര്യമാണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് വേണ്ടത് എന്താ, നമ്മൾക്ക് ഇതാണ് ഡാറ്റ നമുക്കറിയാം എങ്കിൽ, ഒരു കെമിസ്ട്രി എന്നതിൽ നമുക്കറിയാവുന്ന ഡാറ്റ ഇതാണ്. അതേ സമയത്ത് നമുക്ക് വേണ്ടത് എന്താ, 2 കിലോ ഉഴുന്നിനോടുകൂടി എത്ര അളവ് അരി വേണമെന്നാണ് അറിയേണ്ടത്, എത്ര മണി അരി വേണ്ടെന്നാണ് അറിയേണ്ടത്. 4 ഇരട്ടി മണി വേണം, അതിന് മണി അറിയണ്ടേ. 2 കിലോ ഉഴുന്നിൻ്റെ മണി അറിഞ്ഞാലാണ് അതിൻ്റെ അരിമണിന്ന് എത്ര എണ്ണം വേണമെന്ന് അറിയുക. അത് എണ്ണിയെടുക്കാൻ പറയട്ടില്ല. അപ്പോൾ എണ്ണാതെ എണ്ണിയെടുക്കുന്ന ഒരു രീതി നമുക്കറിയണം. അതെങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? അപ്പോൾ നോക്കാം, നിങ്ങൾ എങ്ങനെ ചെയ്യും. ഞാനായിട്ട് എങ്ങനെ ചെയ്യുന്നു പറഞ്ഞുതരാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ചെയ്യാം. 1 ഗ്രാം നമുക്കറിയാമല്ലോ, ചെറിയ ഗ്ലാസിൻ്റെ ഒരു കട്ടിയൊക്കെ അറിയാം. 1 ഗ്രാമിൻ്റെ ഞാൻ 1 ഗ്രാം എടുത്ത് ആദ്യം ഉഴുന്നുമണി ഇട്ട് നോക്കും. അപ്പോൾ ഞാൻ കണ്ടെത്തിയ കാര്യം എന്താണെങ്കിൽ, സപ്പോസ് ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ ഉഴുന്നുമണി 10 ഉഴുന്നുമണി ഇട്ടപ്പോൾ 1 ഗ്രാമായി എന്ന് വിചാരിക്കുക. അപ്പോൾ 1 ഗ്രാമിൽ എനിക്ക് കണക്കാക്കിയ എന്തെന്ന്, 10 മണി ഉണ്ടെങ്കിൽ 10 മണിക്ക് 1 ഗ്രാം എന്ന് മനസ്സിലാക്കി. ഞാൻ 1 ഗ്രാമിൽ എത്ര അരിമണി ഇട്ട് നോക്കും. അപ്പോൾ അരിമണി കിട്ടാനായിട്ട് ഇട്ടപ്പോൾ 1 ഗ്രാം ആവാനായിട്ട് ഞാൻ 20 ഉണ്ടെങ്കിൽ എന്തെന്ന് മനസ്സിലാവും നമുക്ക്. 20 അരിമണി ഇട്ടാൽ 1 ഗ്രാമോ എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അത് വെച്ചുകൊണ്ട് ഇവ തമ്മിലുള്ള റേഷ്യോ ഞാൻ മനസ്സിലാക്കിയെടുത്തു. 1:2 ഉഴുന്നും അരിയും തമ്മിലുള്ള അംശബന്ധം 10:20. അപ്പോൾ 1 ഗ്രാമിലെ എണ്ണങ്ങളുടെ അംശബന്ധം 10:20 അതായത് 10 ഉഴുന്നുമണി ഉണ്ടെങ്കിൽ 20 അരിമണി ഉണ്ടെങ്കിൽ 1 ഗ്രാം തന്നെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ എനിക്കൊരു മനസ്സിലായി, ഇതിന് 10 ഉഴുന്നുമണി സമമാണെന്ത് 20 അരിമണി. കാരണം ഇരട്ടി എണ്ണം കിട്ടി. അപ്പോൾ അതിൻ്റെ പകുതി ഭാരം ഉണ്ടായിരിക്കുമല്ലോ ഏതിന്, അരിമണിക്ക് അല്ലേ. ഉഴുന്നുമണിയുടെ പകുതി ഭാരമാണ് എന്തിനുണ്ടായിരിക്കുക, ഉഴുന്നുമണിയുടെ പകുതി ഭാരമാണ് അരിമണിക്ക് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ 1 അരിമണിയുടെ ഇരട്ടി ഭാരം ഉണ്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ അരിമണിയും ഉഴുന്നുമണിയും തമ്മിലുള്ള അംശബന്ധം പറയുകയാണെങ്കിൽ
ഇപ്പൊ ഭാരങ്ങളുടെ അംശബന്ധം പറയാൻ വിചാരിക്കുക. ഭാരങ്ങളുടെ അംശബന്ധം പറയാൻ വെച്ചാല് ഭാരങ്ങളുടെ അംശബന്ധം A:U പറയുകയാണെങ്കിൽ 1:2. ഒരു അരിമണിക്കയുടെ ഭാരത്തിന്റെ ഇരട്ടിയുണ്ട് എന്തെന്ന് പറയും? ഉഴുന്നുമണിക്ക്. എയും ഇയും തമ്മിലുള്ള അംശബന്ധം ഇരട്ടിയുണ്ട് എന്ന് പറയും, അല്ലേ? ഇരട്ടി ഉണ്ട് എന്ന് പറയും. അന്ന് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ബോധ്യമായല്ലോ. ഇനി ഇത് വെച്ച് നമുക്ക് ഇത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 2 കിലോ ഉഴുന്നിന് വേണ്ട അരിമണി നമുക്ക് കണ്ടുപിടിക്കാം. എണ്ണാതെ തന്നെ അതിൻ്റെ കിലോയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 ഇരട്ടി എണ്ണം പോരെ. ഇതിലുണ്ട് ഒരു 2 കിലോയിൽ ഉള്ള അരിമണിയുടെ 4 ഇരട്ടി ഉണ്ടായാൽ മതി. അപ്പോൾ 4 ഇരട്ടിയിലെ എണ്ണമുള്ള എന്തെടുത്താൽ മതി? അരി. അത്ര എണ്ണമുള്ള അരി, അത്ര കിലോ അരി എടുത്താൽ പോരെ. അപ്പോൾ അത് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. എണ്ണം കിട്ടും, അല്ലേ? അത് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എണ്ണ എങ്ങനെ എണ്ണാതെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലായി, അല്ലേ? ഭാരത്തിൽ നിന്ന് എണ്ണം കണ്ടുപിടിക്കാം. ആ ഭാരത്തിൽ നിന്ന് എണ്ണം കണ്ടുപിടിക്കാമെങ്കിൽ ഈ തത്വം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓക്സിജന്റെയും അല്ലെ ഹൈഡ്രജന്റെയും ക്ലോറിൻ അതുപോലെ മൂലങ്ങളിലൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിരിക്കും. ഓരോന്നിൻ്റെ എന്തറിഞ്ഞാൽ മതി? ഒരെണ്ണത്തിൻ്റെ ഭാരം അറിഞ്ഞാൽ മതി. ഒരെണ്ണത്തിൻ്റെ ഭാരം എത്രയാണ്? ഒരു ആറ്റത്തിൻ്റെ ഭാരം എത്രയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഗ്രാം ഭാരം തരികയാണെങ്കിൽ നമുക്ക് എണ്ണം അതിന് കണ്ടുപിടിക്കാം, അല്ലേ? ഒരെണ്ണത്തിൻ്റെയും ഭാരം എന്നത് ആറ്റമിക് മാസ്. അപ്പോൾ ആറ്റമിക് മാസ് തരികയാണെങ്കിൽ നമുക്ക് എന്ത് പിടിക്കാൻ പറ്റും? ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എണ്ണാന്ത്, അല്ലേ? ഒരെണ്ണത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അറിയാമെങ്കിൽ ഇപ്പോൾ നിശ്ചിത നമുക്കിപ്പോൾ ഒരു 10 ഗ്രാം ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയില്ല എത്ര എണ്ണം ഹൈഡ്രജന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഒരു എണ്ണത്തിൻ്റെ ഭാരം ആറ്റം 1 അപ്പോൾ ഒരു ആറ്റമിക് മാസ് ഉണ്ട്, അതിനെ ഹരിച്ചു നോക്കിയാൽ മതി, അല്ലേ? അങ്ങനെ നമുക്ക് അതിലെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അതൊരു സത്യം മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗം വരുന്ന വേറൊരു ചില ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അരിമണിയുടെ ഭാരത്തിൻ്റെ ഇരട്ടി ഭാരമുണ്ട് ഉഴുന്നുമണിക്ക് എന്ന് മനസ്സിലായി, അല്ലേ? ഇനി നമുക്ക് നോക്കാം. നമ്മൾ 10 മണി 1 ഗ്രാം, ഇവിടെ 1 ഗ്രാം അരി എടുക്കാൻ വിചാരിക്കാം. 1 ഗ്രാം അരി എടുക്കുകയാണെങ്കിൽ അതിലെ മണി എത്രയായിരിക്കും? 10 മണി ഉണ്ടായിരിക്കും, അല്ല? 1 ഗ്രാം അരിമണി എത്ര ഉണ്ടായിരിക്കും? 20 എണ്ണം ഉണ്ടായിരിക്കും, അല്ലേ? 20 എണ്ണം ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ട് 20 നമ്പർ ഉണ്ടായിരിക്കും. 20 നമ്പർ എന്തുണ്ടായിരിക്കും? അരിമണി ഉണ്ടായിരിക്കും. ഇനി ഞാൻ 20 മണി കിട്ടാനായിട്ട് യു എന്നുള്ളത് എത്ര മണി എടുക്കണം എന്നൊരു ചോദ്യം. 20 മണിക്ക് തന്നെ ഇത് നമ്മുടെ 20 മണിക്ക് തന്നെ വരണമെങ്കിൽ നമ്മൾ 1 ഗ്രാം എടുത്താൽ കിട്ടുമോ എന്നുള്ളതാണ് 1 ഗ്രാം എടുത്താൽ കിട്ടുമോ? കാരണം എന്താ? ഇതിൻ്റെ ഇരട്ടി ഭാരമില്ലേ? 1 മണിക്ക് തന്നെ ഇരട്ടി ഭാരമില്ലേ? അപ്പോൾ ഇരട്ടി ഭാരം എടുത്താലാണ് എന്തുണ്ടാവുള്ളൂ? അതേ എണ്ണം കിട്ടുള്ളൂ. കാരണം എന്താ? ഇത് ഒരെണ്ണത്തിന് ഇത് 10 ഉഴുന്ന് 10 എണ്ണത്തിന് ഇത് അരിമണി 20 എണ്ണം ഉണ്ട് ഒരേ ഭാരത്തിൽ. നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതേ ഒരു ഭാരം എടുത്തു കഴിഞ്ഞാൽ ഇരട്ടി ഭാരം എണ്ണം കുറയില്ലേ? ഭാരം കൂടുമ്പോൾ അതിൽ എണ്ണം കുറയില്ലേ? അതുകൊണ്ട് 1 ഗ്രാമിൽ മറ്റേ 10 എണ്ണല്ലേ വരുള്ളൂ.
അപ്പൊ പകുതി എണ്ണ കിട്ടുള്ളൂ. 1 ഗ്രാം എടുത്താൽ ഇതിന്റെ പകുതി എണ്ണ കിട്ടുള്ളൂ അല്ലേ? ഇതില് 20 എണ്ണം എടുക്കുമ്പോൾ അതിന്റെ പകുതി എണ്ണല്ലേ 1 ഗ്രാമിലുള്ളൂ. അപ്പൊ എത്ര ഇതേ എണ്ണം കിട്ടണമെങ്കിൽ നമ്മൾ 20 എണ്ണം കിട്ടണമെങ്കിൽ എന്ത് വേണം? യു എത്ര എടുക്കണം? എടുക്കുമ്പോൾ യു എത്ര എടുക്കണം? യു 2 ഗ്രാം എടുക്കണം വേണ്ടേ? കാരണം വെച്ചാൽ 10 എണ്ണമായിപ്പോൾ 1 ഗ്രാമായി, 20 എണ്ണാകുമ്പോൾ 2 10 അപ്പൊ 2 ഗ്രാം എടുത്താൽ 1 ഗ്രാമിൽ 10, 2 ഗ്രാമിൽ അപ്പൊ 20 എണ്ണായി. അപ്പോൾ 1:2 റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരേ എണ്ണം തന്നെ വരും. അപ്പൊ നമ്മളൊരു ഇപ്പൊ 100 മണി എടുക്കുകയാണെങ്കിൽ നമുക്ക് 5 ഗ്രാം വേണ്ടി വന്നു. 5 ഗ്രാമിൽ എടുക്കുകയാണെങ്കിൽ ഇതിലെന്തുവാണ്? ഇതിന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരേ എണ്ണ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ അതിന്റെ ഇരട്ടി 10 ഗ്രാം എടുത്താൽ മതി ഉഴുന്ന്. അപ്പൊ ഒരേ എണ്ണം ആയിരിക്കും. ഇതിൽ 100 എണ്ണ ആണെങ്കിൽ ഇതിലും 100 നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 kg അരി എടുക്കാൻ വിചാരിക്കാം. 1 kg അരി, അതിൽ n നമ്പർ ഉണ്ടെങ്കിൽ n എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. n നമ്പർ, ഒരു സംഖ്യ, ഒരു ഏതെങ്കിലും നമ്പർ, 1,00,000 അങ്ങനെ എത്രയെങ്കിലും ആയിക്കോട്ടെ, അത്ര നമ്പർ ഉണ്ടെങ്കിൽ അതേ നമ്പർ വരണമെങ്കിൽ എത്ര എടുക്കണം? 2 kg എടുക്കണം. അപ്പൊ എത്ര നമ്പർ ഇതിൽ എത്ര തന്നെയായിരിക്കും? n നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലിപ്പോ തമ്മിൽ ഒരെണ്ണത്തിന്റെ റേഷ്യോ 1:2 ആണെങ്കിൽ ഒരേ എണ്ണം വരികയാണെങ്കിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? രണ്ടും ഇതേ റേഷ്യോയിൽ വെയിറ്റിൽ എടുത്താൽ മതി അല്ലേ? എന്ന് മനസ്സിലായല്ലോ. ഇത് 1 കിലോ എടുക്കുമ്പോൾ 2 കിലോ എടുക്കുകയാണെങ്കിൽ രണ്ടിലും മണികൾ തുല്യമായിരിക്കും. ഇതിലിപ്പോ 1 kg അരിയിൽ സപ്പോസ് 50,000 അരിമണി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി ഭാരമുള്ള ഉഴുന്ന് ഇരട്ടി ഭാരമുള്ളത് കൊണ്ട് ഇതിൽ എന്ത് വേണം? 2 കിലോ എടുത്താൽ അതിൽ 50,000 മണി ഉണ്ട്, അതിന് തുല്യമായിരിക്കും. എന്തായാലും ഇത് n എന്നുണ്ടെങ്കിൽ n എണ്ണം വേണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ഉഴുന്ന് മണിക്ക് 4 അരിമണി വേണം അല്ലേ? അപ്പോൾ 1 n ഉണ്ടെങ്കിൽ 4 n ചേർക്കണം അല്ലേ? അപ്പോൾ 2 കിലോ ഉഴുന്ന് ഉപയോഗിച്ചിട്ട് ചായക്കടയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ 2 കിലോയിലുള്ള എണ്ണവും 1 കിലോ അരിയിലുള്ള എണ്ണവും തുല്യമാണെന്ന് മനസ്സിലായി. കാരണം അവിടെ വെയിറ്റ് വ്യത്യാസം കാരണം അല്ലേ? അപ്പോൾ 1 കിലോ അരിയിലെ എണ്ണം സമം 2 കിലോ ഉഴുന്നിന്റെ എണ്ണം അല്ലേ? അപ്പോൾ 10 കിലോ അരിയിലെ എണ്ണം സമം അരിമണിയുടെ എണ്ണം സമം 20 കിലോ 1 കിലോ ഉഴുന്നിലുള്ള എണ്ണത്തിന് സമം. അപ്പൊ ഏതില്ല 1:2 ഭാരം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണം തുല്യമായിരിക്കും. മനസ്സിലായ? അപ്പോൾ നമുക്ക് അതിനൊരു സത്യം മനസ്സിലായി. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 2 കിലോ ഉഴുന്ന് ഉപയോഗിക്കുന്ന ചായക്കടയിൽ എത്ര കിലോ അരി ഇടണമെന്ന്. കാരണം ഒരു ഉഴുന്ന് മണിക്ക് 4 മണി അരിമണി വേണം അല്ലേ? എന്ന് വെച്ചാൽ 1 കിലോ 2 കിലോ ഉഴുന്നിലുള്ള എണ്ണം 1 കിലോ അരിയിലുള്ള എണ്ണം തുല്യ അല്ലേ? അപ്പോൾ 2 കിലോന് നമുക്ക് ഒരു n എണ്ണമുണ്ടെങ്കിൽ 1 കിലോ അരി എടുത്താൽ 1 n അല്ലേ ഉണ്ടാവുള്ളൂ. 4 n മണി 4 എത്ര അരി ഇരിക്കണം? 4 കിലോ അരി എടുത്താൽ അതിൽ 4 n ഉണ്ടാവില്ലേ? 1 കിലോയിൽ n ഉണ്ടാവില്ലേ? 1 kg u സമം n നമ്പർ എന്ന് വിചാരിക്കുക. n 1 kg സമം n. വൺ kg അരിയിൽ n നമ്പർ n എണ്ണുണ്ട് വിചാരിക്കുക. അത് 2 kg ഉഴുന്നിലും n എണ്ണല്ലേ? അപ്പൊ 2 kgക്ക് റേഷ്യോ എന്തായിരിക്കണം? ഉഴുന്ന് മാവ് ഉണ്ടാവണമെങ്കിൽ ഒരു യൂന് 4 വേണം, അരിമണി വേണം. അപ്പോ പക്ഷെ 2 kgയിൽ എണ്ണ അതെന്ന് വെച്ചാൽ ഇതിൽ യു n എടുക്കുകയാണെങ്കിൽ 4
എൻ വേണം, 4 എൻ അരിമണി വേണം എന്നർത്ഥം. അപ്പോൾ 2 kg n എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 1 kg n എണ്ണമുള്ളതാണ്. നമുക്കൊരു n എണ്ണത്തിന് n എണ്ണം ഉഴുന്നുമണി ഉണ്ടെങ്കിൽ 4 n അരിമണി വേണം എന്നുള്ള നമ്മുടെ റൂള്. നമ്മൾ ആദ്യം പറഞ്ഞ അങ്ങനെയല്ലേ? കാരണം ഒരു ഉഴുന്നുമണിക്ക് 4 അരിമണി എന്ന റേഷ്യോയിലാണ് മാവ് ഉണ്ടാവുന്നതെങ്കിൽ 2 കിലോ ഉഴുന്നില് n എണ്ണം ഉണ്ടെങ്കിൽ 2 കിലോന് സമാനമായി എടുക്കേണ്ട അരി എത്രയാണ്? 4 ഇരട്ടി മണി വേണം അല്ലേ? 1 കിലോയില് അതുല്യമായിട്ട് അരി ഉണ്ടാവുള്ളൂ. അപ്പം 4 ഇരട്ടി കിട്ടണമെങ്കിൽ 4 കിലോ അരി വേണം. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി? അപ്പോൾ 2 കിലോ ഉഴുന്ന് ഉപയോഗിക്കുന്ന ഒരു ചായക്കടയിൽ 2 കിലോ ഉഴുന്നിന് 4 കിലോ അരി വേണമെന്ന് നമ്മൾ കണ്ടെത്തി. മനസ്സിലായില്ലേ? അതെങ്ങേത് ഇവയുടെ നമുക്കറിയാവുന്നത് തുല്യ എണ്ണത്തിന് വേണ്ട അളവ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ? തുല്യ അളവ് എണ്ണത്തിന് n എണ്ണത്തിന് ഒന്നില് 1 kg n എണ്ണത്തിന് 2 kg വേണമെന്ന തത്വം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 2 kg ആവശ്യമായ അരിയുടെ അളവ് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം 1:4 ആണ് അവ ചേരുന്നതെങ്കിൽ നമുക്ക് 1:1 അളവ്, 2 തുല്യ എണ്ണത്തിന്റെ അളവാണെങ്കിൽ അറിയാം. അപ്പൊ ആ അളവ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? 2 കിലോ അരിക്ക് ഉഴുന്നിന് ആവശ്യമായ അരിയുടെ അളവ് എണ്ണാതെ അതിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിച്ച് അതൊക്കെ ഏത് അളവിൽ ചേർക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇല്ലേ? അപ്പോൾ ഇതാണ് ഈ മോളിൻ്റെ അടിസ്ഥാന തത്വം. ഈ തത്വം ഉപയോഗിച്ചാണ് മോള് എന്നുള്ളത് സങ്കല്പം വികസിപ്പിച്ചിട്ടുള്ളത്. അത് സ്വല്പം കൂടി പറഞ്ഞാൽ മോള സങ്കല്പം നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ 2 kg എണ്ണം n ആണ്, 1 kg എണ്ണം n ആണ്. നമുക്ക് മനസ്സിലായി ഇല്ലേ? 2 തുല്യ എണ്ണം, അപ്പോൾ എണ്ണങ്ങൾ നമുക്ക് എണ്ണാതെ തന്നെ നമുക്ക് അതിലെ എണ്ണങ്ങളുടെ എണ്ണത്തിന്റെ തുല്യത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇനി ഇവ ചേരുന്നത് ഒരു മണി ഉഴുന്നിന് 4 മണി അരിയാണെങ്കിൽ n മണി ഉഴുന്നിന് 4 n അരി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ 1 kg 1 n അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 n വേണമെങ്കിൽ എത്ര kg വേണം? 4 kg വേണം ഇല്ലേ? അപ്പോൾ 2 kg അരി ഉഴുന്നിന് എത്ര കിലോ അരി ചായക്കടക്കാരൻ വാങ്ങണം അല്ലെങ്കിൽ എടുക്കണം എന്ന് നമ്മളോട് ചോദിച്ചുത്തരം എങ്ങനെ കണ്ടുപിടിച്ചു? ഇവയുടെ റേഷ്യോ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. 4 kg കിട്ടി. അപ്പോൾ നമ്മൾ എണ്ണാതെ ഒരേ യോജിപ്പുള്ള എണ്ണം നമ്മൾ കണ്ടെത്തി. അതിൻ്റെ അളവ് ഭാരം ഉപയോഗിച്ച് കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കെമിസ്ട്രിയിലെ മൂലകങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എന്ത്? മോൾ. അപ്പോൾ മോൾ എന്നാൽ ഈ ആശയം പിടികിട്ടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോൾ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള കെമിസ്ട്രിയിലെ മൂലങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. ഒരു ഓക്സിജൻ തെറ്റി പറഞ്ഞു ഞാൻ. ഒരു ഹൈഡ്രജന്റെ ആറ്റമിക് മാസ് 1 ആണ്. അത് ആ ആറ്റമിക് ലെവലിലുള്ള വെയിറ്റ് ഈ യൂണിറ്റിനെ അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ ഒരു ആറ്റമിക് മാസ്, ഇതിൻ്റെ ആറ്റമിക് മാസ് 1 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ 1 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 16 ഇരട്ടിയാണ് ഓക്സിജൻ. 16 എന്ന് വെച്ചാൽ ഇതിൻ്റെ 16 ഇരട്ടി ഭാരമുണ്ട് ഏതിന്? ഓക്സിജന്. ഇതിൻ്റെ 35 ഇരട്ടി ഭാരമുണ്ട് ക്ലോറിന്. കാരണം 35 ഇതിനെ മാറ്റുക.
അപ്പോൾ ഇതിന്റെ അംശബന്ധം ഹൈഡ്രജനും ഓക്സിജനും ക്ലോറിനും തമ്മിൽ എടുക്കുകയാണെങ്കിൽ 1:16:30. എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജന്റെ 16 ഇരട്ടി ഭാരമുണ്ട് ഓക്സിജനെന്നും ഒരു ഹൈഡ്രജന്റെ 35 ഇരട്ടി ഭാരമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായ? അതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇതുവരെ പഠിച്ച ഉദാഹരണം നമുക്ക് എന്തും മനസ്സിലാക്കാം. ഇത് 1 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിലത്തെ എണ്ണത്തിന് തുല്യമായ എണ്ണം കിട്ടണമെങ്കിൽ ഇത് എത്ര ഗ്രാം എടുക്കണം? 16 ഗ്രാം എടുക്കണം അല്ലേ? 16 ഇരട്ടി ഗ്രാം എടുത്താലേ, കാരണം ഒരെണ്ണത്തിന് തന്നെ 16 ഇരട്ടി ഭാരമുണ്ട്. 16 ഇരട്ടി വരുമ്പോൾ ഒരെണ്ണം വരല്ലോ. അപ്പൊ ഇത് എടുക്കണം. ഇതിലൊരു 10 എണ്ണം വരുന്ന ഒരു 10 എണ്ണം കിട്ടാൻ 1 ഗ്രാം എടുത്തു വെച്ച് കഴിഞ്ഞാല് ഇത് 10 എണ്ണം കിട്ടാൻ അതിന്റെ 16 ഇരട്ടി എടുത്താ ഗ്രാമിന്റെ 16 ഇരട്ടി എടുക്കണം. 16 ഗ്രാം എടുത്ത് തുല്യ എണ്ണമായി. ഇതാണെങ്കിലോ 35 ഗ്രാം എടുത്താൽ അതിലെണ്ണം തുല്യമായി എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ഹൈഡ്രജന്റെ 1 ഗ്രാം എടുക്കുമ്പോൾ അതിലെ എണ്ണം ഏതിന് തുല്യമാണെങ്കിൽ ഓക്സിജന്റെ എത്ര എടുക്കണം? 16 ഗ്രാം എടുക്കണം. മനസ്സിലായ? 16 G എന്ന് എഴുതിയാലും മതിയല്ലേ? അപ്പൊ 1 ഗ്രാം എടുത്തോട്ട് 16 ഗ്രാം എടുത്താൽ മതി. ഇതാണെങ്കിൽ 35 ഗ്രാം എടുക്കണം. അതിലെല്ലാം തുല്യ എണ്ണമായിരിക്കും ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇത് പറയും ഇതിൽ 1 ഗ്രാമിൽ ഒരു അവഗറാഡോ നമ്പർ എണ്ണമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിൽ 16 ഓക്സിജന്റെ 16 ഗ്രാമല്ലോ 1 അവഗറാഡോ എണ്ണമായിരിക്കും ഉണ്ടാവുക. ക്ലോറിന്റെ 35 ഗ്രാം എടുത്താലോ അതിലും 1 അവഗാഡോ എണ്ണമാണ് ഉണ്ടായിരിക്കുക. എങ്കിൽ കണ്ടീഷൻ എന്താണ്? ഇതിന്റെ 1 ഗ്രാമിൽ 1 അവഗാഡോ നമ്പർ എണ്ണമാണ്. അവഗാഡോ നമ്പർ എന്ന് വെച്ചാൽ 6.022 × 10⁻23 ആണ്. ഇത്രയും നമ്പറാണ് അവഗാഡോ നമ്പർ. 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ ഇതിൽ ഇത്ര എണ്ണം എന്തുണ്ടായിരിക്കും? ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും നമ്പർ കിട്ടണമെങ്കിൽ എത്ര ഗ്രാം എടുക്കണം? ഇത് 16 ഗ്രാം എടുക്കണം. ഇതാണെങ്കിൽ 35 ഗ്രാം എടുക്കണം. അപ്പോൾ ഇതിൽ ഇത്രയും നമ്പറുള്ള ഹൈഡ്രജനെ നമ്മൾ 1 ഗ്രാം മോൾ എന്ന് പറയും. എന്താണ്? 1 ഗ്രാം മോൾ. 1 ഗ്രാം മോൾ. 1 ഗ്രാം മോൾ. 1 ഗ്രാം മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാമാണത്? ഇത്ര എണ്ണം വരണമെങ്കിൽ അതിന് 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ മതി. പക്ഷെ ഇതേ എണ്ണം കിട്ടണമെങ്കിൽ 1 ഗ്രാം എന്ത് വേണം? 16 ഗ്രാം എടുക്കാണ്. അതിനും പറയാം ഓക്സിജന്റെ 1 ഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ 1 ഗ്രാം മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കത് 16 ഗ്രാം ഓക്സിജനാണ്. ഈ 1 ഗ്രാം ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം മോൾ ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 35 ഗ്രാമാണ്. മനസ്സിലായ? അപ്പോൾ ഹൈഡ്രജന്റെ 1 ഗ്രാം മോൾ എടുക്കാന്ന് വെച്ചാൽ ഇത്രയും നമ്പർ വരുന്ന അളവിൽ എടുക്കാൻ മതി. 1 ഗ്രാം എടുത്താൽ മതി. അതേസമയം ഓക്സിജന്റെ 1 ഗ്രാം മോൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 16 ഗ്രാം ഓക്സിജൻ എടുക്കണം. ഇനി 1 ഗ്രാം ക്ലോറിൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എണ്ണം വരുന്ന എന്തെടുക്കണം എന്നാണ്? അളവിൽ ക്ലോറിൻ എടുക്കണം. അതിന് എത്ര 1 ഗ്രാം മോൾ എടുക്കുക എന്ന് പറയും. അതിനെടുക്കുമ്പോൾ എത്ര ഗ്രാം എടുക്കണം? 35 ഗ്രാം എടുക്കണം. മനസ്സിലായ? അതായത് അതിന് ആറ്റമിക് നമ്പറിന് തുല്യം, ആറ്റമിക് നമ്പർ അല്ല, ആറ്റമിക് മാസ് നമ്പർ, മാസ് ഒരു സംഖ്യ ഉണ്ടായിരിക്കും. ആ സംഖ്യക്ക് തുല്യമായ എന്തെടുക്കുക? ഗ്രാം എടുത്താൽ അതിൻ്റെ 1 ഗ്രാം മോൾ എന്ന് വെച്ചാൽ ഇത്രയും നമ്പർ ഉള്ള അത്രയും നമ്പർ ആറ്റം അതിലുണ്ടായിരിക്കും. അപ്പൊ ഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു അവഗാഡോ നമ്പർ ആറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ആറ്റങ്ങൾ ഉള്ള അളവിൽ ആ വസ്തു എടുക്കുന്നതിനെയാണ് 1 ഗ്രാം മോൾ എന്ന് പറയാം. മനസ്സിലായ? എന്താണ് 1 ഗ്രാം മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായത് 6.022 × 10⁻23 എന്ന് വെച്ചാൽ 1 അവഗാഡോ നമ്പർ ഇതെടുക്കുക. അതിനെ ഹൈഡ്രജൻ എടുത്താൽ അതിന് 1 ഗ്രാം മോൾ ഹൈഡ്രജൻ എന്ന് പറയും. അത് അത്രയും എണ്ണം ഓക്സിജൻ എടുത്താൽ 1 ഗ്രാം മോൾ ഓക്സിജൻ എന്ന് പറയും. അത്
ഈ ഹൈഡ്രജൻ ആണെങ്കിൽ ക്ലോറിൻ ആണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇത്ര നമ്പർ ഉണ്ട്. പക്ഷേ ആക്ച്വൽ ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഇത് 1 ഗ്രാം ഹൈഡ്രജൻ 1 ഗ്രാം ആയിരിക്കും. അതേ സമയത്ത് 1 ഗ്രാം മോൾ ഓക്സിജൻ വെച്ചാൽ അതിൽ 16 ഗ്രാം എടുത്താൽ അത് ഉണ്ടാവുള്ളൂ. അത് 16 ഗ്രാം ആയിരിക്കും. 1 ഗ്രാം മോൾ ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 35 ഇരട്ടിയുള്ളതുകൊണ്ട് ഇത്രയും നമ്പർ വേണമെങ്കിൽ 35 ഗ്രാം എടുക്കണം. 35 ഗ്രാമിനെയാണ് 1 ഗ്രാം മോൾ എടുക്കുക. അപ്പം ഇനി നമുക്ക് ഏതൊരു ഇതിൻ്റെയും ആറ്റമിക് മാസിന്റെ നമ്പർ അറിയാമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഗ്രാം മോള് അത് ഗ്രാമിലാക്കി പറഞ്ഞാൽ മതി. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണം വെച്ചാൽ എനിക്കത് അറിഞ്ഞുകൂടാ, എന്തായാലും ഞാൻ കാർബണിന്റെ 12 ആണെന്ന് വിചാരിക്കുക. കാർബണിന്റെ സിയുടെ 12 ആറ്റമിക് മാസ് എന്ന് വിചാരിക്കുക. ആറ്റമിക് മാസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറ്റമിക് മാസ് 12 ആണെങ്കിൽ എത്ര 1 ഗ്രാം മോൾ കാർബണിൽ എത്രയായിരിക്കും? 12 ഗ്രാം കാർബൺ എടുത്താൽ അതിലുണ്ടായിരിക്കുന്ന എണ്ണം 6.022 10⁻23 ആണ്. ഞാനിപ്പോൾ എന്താണ് ഗ്രാം മോൾ എന്നൊരു ആശയം കിട്ടിയില്ലേ? അതായത് ഇതേ നമ്പർ വരുന്നതിന് ആവശ്യമായ ഗ്രാമിൽ എത്ര കണ്ട് എടുക്കണം എന്നുള്ളതാണ് ഗ്രാം മോൾ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായ? അപ്പോൾ ഹൈഡ്രജന്റെ 1 ഗ്രാം മോൾ 1 ഗ്രാം ആണെങ്കിൽ ഓക്സിജന്റെ 1 ഗ്രാം മോൾ 16 ഗ്രാം ആയിരിക്കും. അത് ക്ലോറിന്റെ 1 ഗ്രാം മോൾ 35 ഗ്രാം ആയിരിക്കും. കാർബണിന്റെ ആണെങ്കിൽ 12 ഗ്രാം എടുത്താലേ അതേ എണ്ണം കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. ഇപ്പം എന്താണ് ഗ്രാം മോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെ ടഫായാലും മറ്റേതെങ്കിലും വിഷയവുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരെയ്ക്ക് നമസ്കാരം, നന്ദി.